السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ഏതൊരു മനുഷ്യൻ്റെയും എല്ലാ മേഖലയിലെയും മാതൃകയാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നബി തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നാം പകർത്തേണ്ട വളരെ സുപ്രധാനമായ ഒരു പാഠമാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കലും അനാവശ്യമായ കാര്യങ്ങളിൽ, തന്നെ ഒരിക്കലും ബാധിക്കാത്ത വിഷയങ്ങളിൽ ഇടപെടുകയേ ഇല്ല. നമുക്ക് അത്യാവശ്യമുള്ള 100 കൂട്ടം കാര്യങ്ങളുണ്ട്. നമുക്ക് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ കാര്യങ്ങൾ ചോദിക്കുകയോ ചിന്തിക്കുകയോ അതിനുവേണ്ടി സമയം കളയുകയോ ഒരിക്കലും പ്രവാചകരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസുണ്ട്. വിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായി എണ്ണിയ ഹദീസുകളിൽപ്പെട്ട ഒരു ഹദീസാണത്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമിൻ്റെ ഇസ്ലാമിക ചിട്ടയും ഇസ്ലാമിക ജീവിതവും സുന്ദരമാണ് എന്നതിൻ്റെ അടയാളമാണ് തർക്കുഹു മാ ലാ യഅനി. തന്നെ ബാധിക്കാത്ത, തനിക്ക് പ്രധാനമല്ലാത്ത മുഴുവൻ കാര്യങ്ങളെയും അദ്ദേഹം ഉപേക്ഷിക്കുമെന്ന്. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. പക്ഷേ നമ്മൾ നല്ല മുസ്ലിമീങ്ങളാണ് എന്നതിന് എന്താണ് അടയാളം? ഇസ്ലാം എന്നത് പേര് കൊണ്ട് നമ്മളെല്ലാവരും കൊണ്ടു നടക്കുന്ന അടയാളമാണ്. പക്ഷെ നമ്മൾ നല്ല മുസ്ലിമീങ്ങളാണ്, ഇസ്ലാം ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തുന്നവരാണ് എന്നെങ്ങനെ മനസ്സിലാക്കാം എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ ചുരുങ്ങിയ വാക്കുകളെ കൊണ്ട് ധാരാളം ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നല്ല മുസ്ലിം ആണെങ്കിൽ അദ്ദേഹം തർക്കുഹു മാ ലാ യഅനി, അദ്ദേഹത്തിന് ശുഗലില്ലാത്ത, അത്യാവശ്യമല്ലാത്ത, പ്രധാനമല്ലാത്ത മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം ഉപേക്ഷിക്കും. അപ്പോൾ അദ്ദേഹം ആവശ്യമില്ലാത്തത് പറയില്ല. ഒരു നല്ല മുസ്ലിമാണ് എങ്കിൽ അദ്ദേഹം അനാവശ്യത്തിലേക്ക് നോക്കുകയില്ല. ഒരു നല്ല മുസ്ലിമാണെങ്കിൽ അനാവശ്യമായ, വിശുദ്ധമായ ദീൻ വിലക്കിയ ആസ്വാദനങ്ങളുടെ പിറകെ പോകില്ല. ഒരു നല്ല മുസ്ലിമാണെങ്കിൽ അദ്ദേഹം അനാവശ്യമായതൊന്നും എടുക്കുകയോ പിടിക്കുകയോ ഇല്ല. ഒരു നല്ല മുസ്ലിമാണെങ്കിൽ അനാവശ്യമായ ഇടങ്ങളിലേക്ക് നടന്നു പോവുകയില്ല. ഒരു നല്ല മുസ്ലിമാണെങ്കിൽ അനാവശ്യമായ ചിന്തയും അദ്ദേഹത്തിനുണ്ടാവുകയില്ല. ചുരുക്കത്തിൽ നമ്മളുടെ ആന്തരികവും ബാഹ്യവുമായ മുഴുവൻ കാര്യങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാവുന്ന, ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്നതിന് അടിസ്ഥാനപ്പെടുത്തുന്ന, വേർതിരിക്കാവുന്ന ഒരു മാനദണ്ഡമാണ് ഈ ഹദീസ്. നാം വളരെ കൂടുതൽ ചിന്തിക്കണം. നമ്മെ ബാധിക്കാത്ത എത്രയോ കാര്യങ്ങളുണ്ടാകും. അത്തരം കാര്യങ്ങളിലെല്ലാം പോയി നാം ഇടപെട്ട് വെറുതെ കേൾക്കാൻ ഇഷ്ടമില്ലാത്തത് കേൾക്കുന്നത് എന്തിനാണ്? ആവശ്യമില്ലാത്തത് ചോദിച്ചാൽ വെറുക്കപ്പെടുന്ന വാക്കുകൾ കേൾക്കേണ്ടി വരുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ സ്വൽത്ത് ബിൻ റാഷിദ് എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ ഒരിക്കൽ ത്വാഊസ് റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്നു. എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ ത്വാഊസ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അതെ സംഭവിച്ചിട്ടുണ്ട് എന്ന്. അപ്പോൾ ഞാനത് സത്യം ചെയ്തു പറഞ്ഞപ്പോൾ ആ മഹാനായ ത്വാഊസ് റളിയല്ലാഹു അൻഹു പറയാണ്, മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ജനങ്ങളെ, ലാ തഅജലു ബിൽ ബലാഇ ഖബ്ല നുസൂലിഹി, നിങ്ങൾ ഭാവിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ദുരന്തങ്ങളെ കുറിച്ച് ഇപ്പോൾ തന്നെ ചോദിച്ച് ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല. നിങ്ങൾ ഇപ്പോൾ തന്നെ സംഭവിക്കാത്ത കാര്യങ്ങളെ കുറിച്ച് ചോദിച്ച് അന്നത്തെ പ്രശ്നത്തിന് എന്തായിരിക്കും പരിഹാരമെന്ന് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുകയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇപ്പോൾ ടെൻഷൻ ആവണ്ട. അന്ന് ആ പ്രശ്നമുണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ പറ്റിയ പണ്ഡിതന്മാരുണ്ടാകും. കർമ്മശാസ്ത്രത്തിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശദമായി ഗവേഷണം നടത്തുന്ന വലിയ പണ്ഡിതന്മാരുണ്ട്. ആ പണ്ഡിതന്മാർ പറയേണ്ടത് മുഴുവനും പറഞ്ഞു വെച്ചിട്ടുമുണ്ട്. അവർ ആ വിഷയം കൈകാര്യം ചെയ്തുകൊള്ളും. അതേ സ്ഥാനത്ത് സാധാരണക്കാരായ ഓരോ ആളുകളും സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് അതിനെക്കുറിച്ച് ചോദിച്ച് സമയം കളയുന്നത് വിശുദ്ധമായ ഇസ്ലാം വിലക്കിയ, നിരുത്സാഹപ്പെടുത്തിയ കാര്യമാണ്. ചുരുക്കത്തിൽ നമ്മെ ബാധിക്കാത്ത, നമുക്കൊരു പ്രധാനവുമില്ലാത്ത കാര്യങ്ങളിൽ നാം ഇടപെടാതിരിക്കുക.
അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം കൊണ്ട് നമ്മെ പഠിപ്പിച്ചത്. നബി തങ്ങൾ ഒരിക്കലും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന, തൻ്റെ ജീവിതത്തിൽ ഒരു ഉപകാരവുമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുകയോ ചെയ്യുകയോ ചെയ്തിരുന്നില്ല. ഇത് വിശുദ്ധ ദീനിൻ്റെ അടിസ്ഥാനപരമായ ഒരു പ്രമാണമായി മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിനെ ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.